ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്. അർഹിച്ച ഒരു വിജയമാണ് സ്പെയിൻ സ്വന്തമാക്കിയിട്ടുള്ളത്. ഫ്രാൻസിനെ നിഷ്പ്രഭമാക്കുന്ന ഒരു പ്രകടനമാണ് സ്പെയിൻ ഇന്നലത്തെ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. ഇതോടുകൂടി അവർ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ അപരാജിതരായിക്കൊണ്ട് മുന്നോട്ട് പോയ രണ്ടാമത്തെ ടീം അത് ലയണൽ സ്കലോണിയുടെ അർജന്റീനയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2019 മുതൽ 2022 വരെ 36 മത്സരങ്ങളിൽ പരാജയപ്പെടാതെ ഒരു കുതിപ്പ് അർജന്റീന നടത്തിയിരുന്നു. ആ കണക്കിനൊപ്പം ഇതുവരെ സ്പെയിൻ ഉണ്ടായിരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ വിജയിച്ചതോടുകൂടി അർജന്റീനയെ മറികടക്കാൻ സ്പെയിനിന് കഴിഞ്ഞിട്ടുണ്ട്. 37 മത്സരങ്ങളിൽ തുടർച്ചയായി പരാജയം അറിയാതെ കുതിക്കാൻ ഇപ്പോഴത്തെ സ്പെയിനിന് കഴിഞ്ഞിട്ടുണ്ട്. 2024 മുതൽ 2026 വരെയുള്ള ഈ കാലയളവിലെ മത്സരങ്ങളിൽ ഒന്നിൽ പോലും ഇപ്പോൾ സ്പെയിൻ പരാജയപ്പെട്ടിട്ടില്ല. അവസാനത്തെ 37 മത്സരങ്ങളിൽ ഒന്നിൽ പോലും അവർ പരാജയപ്പെട്ടിട്ടില്ല എന്ന കണക്കാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ ഇറ്റലിയുടെ 1-ാം സ്ഥാനത്തിനൊപ്പം എത്താൻ ഇപ്പോൾ സ്പെയിനിന് കഴിഞ്ഞിട്ടുണ്ട്. 2018 മുതൽ 2021 വരെ 37 മത്സരങ്ങളിൽ അപരാജിത കുതിപ്പ് നടത്താൻ ഇറ്റാലിയൻ ദേശീയ ടീമിന് കഴിഞ്ഞിരുന്നു. അതോടൊപ്പമാണ് ഇപ്പോൾ സ്പെയിൻ എത്തിയിട്ടുള്ളത്. അതായത് അടുത്ത ഫൈനൽ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ 38 മത്സരങ്ങളിൽ അപരാജിത കുതിപ്പ് നടത്താൻ സ്പെയിനിന് സാധിക്കും എന്നുള്ളതാണ്. അതായത് 1-ാം സ്ഥാനം തനിച്ച് കൈക്കലാക്കാൻ സ്പെയിനിന് കഴിയും. എന്നാൽ അത് തടയാനുള്ള ഒരു അവസരം ഇപ്പോൾ അർജന്റീനക്കുണ്ട്. അതായത് ഇന്നത്തെ സെമി ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുക, അങ്ങനെ ഫൈനലിൽ പ്രവേശിക്കുക, എന്നിട്ട് ഫൈനലിൽ സ്പെയിനിനെ പരാജയപ്പെടുത്തുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഓൾ ടൈം റെക്കോർഡ് സ്പെയിനിന് തനിച്ച് സ്വന്തമാകുന്നതിൽ നിന്നും അവരെ തടയാൻ അർജന്റീനക്ക് സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ അവർ ഫൈനലിൽ എത്തി സ്പെയിനിനെ പരാജയപ്പെടുത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും ഈ സ്പാനിഷ് ടീം ഇപ്പോൾ ചരിത്രം കുറിക്കുകയാണ്. അവസാനത്തെ 37 മത്സരങ്ങളിൽ ഒന്നിൽ പോലും അവർ തോൽവി അറിഞ്ഞിട്ടില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി കാണാം.